പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ട ഈ സമയത്തിനായിട്ട് കർത്താവിനെ വീണ്ടും സ്തോത്രം ചെയ്യുകയാണ്. ഇന്നത്തെ രാത്രിയിലെ ദൈവവചന ധ്യാനത്തിനു വേണ്ടി യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 23-24 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ബുക്ക് ഓഫ് ജെറമായ ചാപ്റ്റർ 9 വേഴ്സസ് 23 and 24. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളത് എന്ന് യഹോവയുടെ അരുളപ്പാട്. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഇസ്രയേൽ ദൈവ വഴികൾ വിട്ട് പിന്തിരിഞ്ഞ കാലഘട്ടങ്ങളിൽ ദൈവത്തെ ഏറ്റവും കൂടുതൽ ഇസ്രയേൽ വേദനിപ്പിച്ച കാലയളവിൽ ദൈവത്തിന്റെ വചനം ശക്തമായി തൻ്റെ ജനത്തോട് പ്രസംഗിപ്പാൻ തക്കവണ്ണം ദൈവം ഉപയോഗിച്ച പ്രവാചകനാണ് യെരമ്യാ പ്രവാചകൻ. അദ്ദേഹം ഈ ഭൂമിയിൽ കുറച്ചു കാലം മാത്രമേ ജീവിച്ചിരുന്നുള്ളൂ. ഏതാണ്ട് ചരിത്രം പറയുന്നത് ഏതാണ്ട് 62 വയസ്സ് വരെ അദ്ദേഹം ജീവിച്ചിരുന്നുള്ളൂ. താൻ വിവാഹം കഴിച്ചിരുന്നില്ല. ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച, സ്വന്തം ജനത്തിൽ നിന്ന് പോലും ഏറ്റവും കൂടുതൽ പീഡനം അനുഭവിച്ച പ്രവാചകനായിരുന്നു യെരമ്യാവ്. 10 വർഷത്തോളം അദ്ദേഹം കാരാഗൃഹത്തിൽ കിടക്കേണ്ടി വന്നു ദൈവവചനം സംബന്ധിച്ച്. അതുപോലെ ചരിത്രം പറയുന്നത് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത് മിസ്രൈം നാട്ടിൽ വെച്ചാണ്. നാട് കടത്തപ്പെട്ട് മിസ്രൈം നാട്ടിൽ വെച്ചാണ് അദ്ദേഹം മരിച്ചത്. ഞാൻ എന്തിനാണ് ഈ പശ്ചാത്തലം പറഞ്ഞതെന്ന് ചോദിച്ചാൽ, എല്ലാ ദൈവദാസന്മാരിലൂടെയും ദൈവം ഇങ്ങനെ സംസാരിക്കത്തില്ല. കാരണം കർത്താവിന്റെ ഹൃദയം അറിയുന്ന, ദൈവത്തിന്റെ ഹിതം അറിയുന്ന, അവിടുത്തെ മനസ്സറിയുന്ന, അവിടുത്തെ സന്നിധിയിൽ പറ്റിച്ചേർന്നിരുന്നു കൊണ്ട് ദൈവജനത്തിനു വേണ്ടി ഭാരമുള്ള ഹൃദയങ്ങളോട് കൂടിയവരോടാണ് ദൈവം ഇത്തരത്തിലുള്ള മെസ്സേജുകൾ കൊടുക്കാറുള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിന് ഒത്തിരി തെളിവുകളുണ്ട്. ഭൗതിക നന്മകൾ ചിലരതിന് മുഖാന്തരമായി കാണിച്ചേക്കാം, ആത്മീയ നന്മകൾ ചിലരതിന് മുഖാന്തരമായി കാണിച്ചേക്കാം. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രധാനമായി ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രത്യക്ഷമായ തെളിവെന്തെന്ന് ചോദിച്ചാൽ, നമ്മുടെ മുമ്പിലുള്ള ആത്മീക അപകടങ്ങളെ അവിടുന്ന് വെളിപ്പെടുത്തി തരും നമുക്കെപ്പോഴും. കാരണം എന്തെന്നറിയാമോ? എൻ്റെയും നിങ്ങളുടെയും ജീവിതം സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം ഈ ഭൂമിയിൽ കുറച്ചു കാലം നമ്മളെ ജീവിപ്പിക്കണമെന്നുള്ളതല്ല, പിന്നെയോ നിത്യതയിൽ അനന്തയുഗം തന്നോടുകൂടെ നമ്മൾ ഓരോരുത്തരും വസിക്കണമെന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചതും തൻ്റെ പുത്രൻ ഈ ലോകത്തിൽ കഷ്ടതകളിലൂടെ കടന്നു പോകേണ്ടി വന്നതും പിതാവ് ആ വേദന അനുഭവിക്കേണ്ടി വന്നതൊക്കെ എന്നെയും നിങ്ങളെയും തന്നോടുകൂടെ നിത്യതയിൽ കൈക്കൊള്ളുവാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ അവിടെ എത്തുന്നതിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടേ എങ്കിൽ അത് വെളിപ്പെടുത്തി തരും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ പിതാവ്. അതാണ് നമ്മളോടുള്ള കർത്താവിന്റെ സ്നേഹത്തിന്റെ ഏറ്റവും പ്രഥമമായ എവിഡൻസ്, തെളിവെന്നുള്ളത്. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട വചനഭാഗത്തിലേക്ക് നോക്കിയേ. ഈ ലോകത്തിലെ മനുഷ്യർ ജീവിക്കുന്നതെല്ലാം ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. വളരെ പ്രധാനപ്പെട്ട 3 വിഷയങ്ങളാണ് കർത്താവ് ഇവിടെ പറയുന്നത്. നീ പ്രശംസിക്കുന്നെങ്കിൽ എന്തിലാണ് പ്രശംസിക്കേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പ് നീ എന്തിൽ പ്രശംസിക്കരുത് എന്ന് കർത്താവ് പറയുന്നു. ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരും ജീവിക്കുന്നത്, പ്രശംസിക്കുന്നത് പോകട്ടെ, അവർ ജീവിക്കുന്നത്, അവർ അധ്വാനിക്കുന്നത്, അവരുടെ ജീവിതം മുഴുവനും ചെലവഴിക്കുന്നത്, സമയം മുഴുവനും ചെലവഴിക്കുന്നത്, ഒരു കൊച്ചു കുഞ്ഞു മുതൽ മുതിർന്ന് മരണക്കിടക്കയിൽ എത്തുന്നത് വരെ ഒരു വ്യക്തിയുടെ ജീവിതം ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടി. 1, ജ്ഞാനം സമ്പാദിക്കുവാൻ. 2, ബലം പ്രാപിക്കുവാൻ. 3, ധനം സമ്പാദിക്കുവാൻ. ജ്ഞാനം, ബലം, ധനം. നമ്മുടെ നേട്ടങ്ങളെ അളക്കുന്നത് ഈ 3 കാര്യങ്ങൾ വെച്ചാ. നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യുന്നത് ഈ 3 കാര്യങ്ങൾ വെച്ചാ.
മറ്റുള്ളവരെക്കാൾ നമ്മൾ ബലവാനാണ് അല്ലെങ്കിൽ വ്യത്യസ്തനാണെന്ന് നാം പറയുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചാ. നമ്മളിൽ പലരും അല്ലെങ്കിൽ ഈ ലോകത്തുള്ള പലരും നിരാശപ്പെടുന്നത് ഈ മൂന്ന് കാര്യങ്ങൾ വെച്ചാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കൊച്ചു കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്ത് നോക്കിയേ, അവർ ഈ ഓടി നടന്ന് പഠിക്കുന്നത് എന്തിനു വേണ്ടിയാ? സ്കൂളുകളിൽ കോളേജുകളിൽ പോകുന്നത് എന്തിനു വേണ്ടിയാ? പുസ്തകങ്ങളുടെ മുമ്പിൽ അവർ ചെലവഴിക്കുന്നത് എന്തിനു വേണ്ടിയാ? ജ്ഞാനം വർദ്ധിപ്പിക്കാനാ. അപ്പൊ ജ്ഞാനം വർദ്ധിപ്പിക്കുന്നത് തെറ്റാണോ? യാക്കോബിന്റെ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാനായിട്ട് കഴിയും. യാക്കോബിന്റെ ലേഖനം 1:5 പറയുന്നു, നിങ്ങളിൽ ഒരാൾക്ക് ജ്ഞാനം കുറവാകുന്നു എങ്കിൽ ഭർഷിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് അപേക്ഷിപ്പിൻ, അതവന് ലഭിക്കും. അപ്പോൾ ജ്ഞാനം എന്ന് പറയുന്നത് നല്ലതാണ്, അഭികാമ്യമാണ്. അപ്പൊ ജ്ഞാനം തെറ്റാണോ എന്ന് ചോദിച്ചാൽ ജ്ഞാനം തെറ്റല്ല, പക്ഷെ ജ്ഞാനത്തിൽ പ്രശംസിക്കുന്നതാണ് തെറ്റ്. ബലം നല്ലതാണോ? ബലം തീർച്ചയായിട്ടും നല്ലതാണ്. വചനം പറയുന്നു, ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ നമുക്കൊരു ബലം ആവശ്യമുണ്ട്, ബലം നല്ലതാണ്. ധനം നല്ലതാണോ? ധനവും നല്ലതാണ്. കാരണം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ മറ്റുള്ളവരുടേത് മോഷ്ടിക്കാതിരിക്കാൻ തക്കവണ്ണം നമുക്ക് ധനമുണ്ടെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ നമുക്ക് കഴിയും, മറ്റുള്ളവരെ കരുതുവാനായിട്ട് നമുക്ക് കഴിയും, മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് നമുക്ക് കഴിയും, ധനം ദൈവമഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാനായിട്ട് നമുക്ക് കഴിയും. അപ്പൊ ഇത് മൂന്നും നല്ലതാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ അനുഗ്രഹങ്ങളാണ് നമുക്ക് ശാപങ്ങളായി മാറുന്നത്. മറന്നു പോകരുത് സഹോദരങ്ങളെ. ബ്ലെസ്സിങ്സ് ക്യാൻ ബിക്കം കർസസ്. നമുക്ക് ലഭിച്ചിരിക്കുന്ന നന്മകൾ, നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ പലപ്പോഴും നമുക്ക് അപകടമായി മാറും. അതുകൊണ്ടാണ് വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ വചനത്തിലൂടെ നമുക്കൊരു മുന്നറിയിപ്പ് തരുന്നത്. ഞാൻ നിങ്ങളെ പല കാര്യങ്ങളിൽ അനുഗ്രഹിക്കുമ്പോൾ അത് എൻ്റെ അടുക്കൽ എത്തുന്നതിന് തടസ്സമായി, അപകടങ്ങളായി നിന്റെ ജീവിതത്തിൽ വരരുത്. വചനം വായിക്കുന്നത് ഇങ്ങനെയാണ്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ഒന്ന്, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. ജ്ഞാനിയായിരിക്കുന്നത് തെറ്റല്ല, അറിവ് ലഭിക്കുന്നത് തെറ്റല്ല. അറിവിലൂടെ അനേക അപകടങ്ങളെ അതിജീവിക്കാൻ തക്കോണം നമുക്ക് കഴിയും, അനേകർക്ക് പലത് പറഞ്ഞു കൊടുക്കുവാൻ നമുക്ക് കഴിയും. പക്ഷേ ആ ജ്ഞാനം നമ്മളെ നിഗളത്തിലേക്ക് നടത്തുവാനായിട്ടിടയുണ്ട്. ആ ജ്ഞാനം നമ്മൾ മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠനാണെന്നുള്ള സ്വയബോധ്യത്തിലേക്ക് എത്തിക്കുവാൻ തക്കോണം ഇടയുണ്ട്. അത് മാത്രമല്ല, ഈ ജ്ഞാനം അന്വേഷിച്ച് പോയി യഥാർത്ഥ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുവാൻ തക്കോണം ഇടയുണ്ട്. ഇന്ന് അനേകർ കണ്ടുവരുന്നത് അതാണ്. ജ്ഞാനം സമ്പാദിച്ച് അവര് സത്യത്തിന്റെ ഉറവിടമായ ദൈവത്തിൽ നിന്ന് മാറിപ്പോകുന്നു. യാക്കോബിന്റെ ലേഖനം മുമ്പേ നമ്മൾ 1-ാം അധ്യായത്തിൽ പറഞ്ഞല്ലോ. അതുപോലെ യാക്കോബിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ അവസാന ഭാഗം വായിക്കുമ്പോൾ ഭൗമികമായ ജ്ഞാനത്തെക്കുറിച്ച് അവിടുന്ന് പറയുന്നത് പ്രാകൃതമാണെന്നാണ്, പൈശാചികമാണെന്നാണ്, അത് ശാഠ്യം നിറഞ്ഞതാണ്, സകല പക്ഷപാതവും നിറഞ്ഞതാണെന്നാണ് ഭൗമിക ജ്ഞാനത്തെക്കുറിച്ച് അവിടെ പറയുന്നത്. അപ്പൊ എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം ജ്ഞാനത്തിന് വേണ്ടി ഓടുമ്പോൾ, അപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങളായിക്കോട്ടെ നമ്മളായിക്കോട്ടെ, അധികം കാര്യങ്ങൾ ലോകത്തിൽ നിന്ന് പഠിക്കുമ്പോൾ, ആ ജ്ഞാനത്തിന്റെ പിന്നാലെ പോകുമ്പോൾ, അതിന്റെ ഉറവിടം അന്വേഷിച്ച് പോകുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള ഏറ്റവും വലിയൊരു എൻ്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു ഭാഗമായിരുന്നു ഇത്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വായിക്കുകയോ അറിയുകയോ ചെയ്താൽ അതിന്റെ ഉറവിടം, അതിന്റെ ഒറിജിൻ അന്വേഷിച്ച് ഞാൻ പോകും. അത് വായിച്ചതിന്റെ പുറകിലേക്ക് പോകും. അതിനുവേണ്ടി എത്ര സമയവും ഞാൻ ചെലവഴിക്കുമായിരുന്നു ഒരു കാലഘട്ടം വരെ. പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്തെന്നറിയാമോ? ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, കർത്താവിനെ നമുക്ക് അറിയുവാൻ കഴിയുന്നത് തെളിവുകളുടെ വെളിച്ചത്തിലല്ല, ജ്ഞാനത്തിന്റെ വെളിച്ചത്തിലല്ല, അത് വിശ്വാസത്തിന്റെയും വെളിപ്പാടിന്റെയും വെളിച്ചത്തിലാണ്. വിശ്വാസത്തിലൂടെയാണ് കർത്താവിനെ പ്രസാദിപ്പിക്കുന്നത്, അറിവോടുകൂടിയല്ല. ഹല്ലേലൂയ. അറിവ് വർദ്ധിക്കുമ്പോൾ വെളിപ്പാട് വർദ്ധിക്കണമെന്നില്ല. കർത്താവിനെ ഞാൻ അറിയുന്നത്, കർത്താവിനെ ഞാൻ കണ്ടത്, ഞാൻ വായിച്ചറിഞ്ഞ അറിവിന്റെ വെളിച്ചത്തിലല്ല, കേട്ടറിഞ്ഞ അറിവിന്റെ വെളിച്ചത്തിലല്ല. പിന്നെയോ എൻ്റെ ഹൃദയത്തിന്റെ ഉള്ളിൽ കർത്താവ് ഒരു വെളിപ്പാട് തന്നു, കർത്താവിന്റെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചു. പിന്നെ എനിക്കൊരു കൃപ തന്ന് വിശ്വസിക്കുവാൻ. ഇത് രണ്ടും സംഭവിച്ചപ്പോഴാണ് ഞാൻ കർത്താവിനെ അറിഞ്ഞത്, കർത്താവിന്റെ അടുക്കലേക്ക് വന്നത്. ദൈവവചനത്തിൽ 1-2 ഭാഗങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകുമ്പോൾ ഈ ജ്ഞാനത്തിനു വേണ്ടിയുള്ള ആഗ്രഹം എത്ര അപകടകരമാണ് എന്നുള്ളത് നമുക്കൊന്ന് ഗ്രഹിക്കുവാനായിട്ട് കഴിയും. ജ്ഞാനത്തിനു വേണ്ടിയുള്ള ഓട്ടം. ഒരു വാക്യത്തിലേക്ക് ഞാനൊന്ന് വരട്ടെ.
കൊരിന്ത്യ ലേഖനത്തിൽ 1 കൊരിന്ത്യർ പ്രാരംഭമായിട്ടൊരു വചനം വായിക്കുകയാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായത്തിന്റെ 18 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് നോക്കി. നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കുന്ന, സുപരിചിതമായിരിക്കുന്ന ഒരു വചനഭാഗമാണിത്. 1 Corinthians chapter 3 verse 18 onwards. ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. അപ്പോൾ ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. വഞ്ചിക്കുന്ന വലിയൊരു സാധ്യതയാണ്. എന്താണെന്നറിയാമോ? ജ്ഞാനികൾ വഞ്ചിക്കപ്പെടുവാൻ സാധ്യതയുണ്ട്. Those who think that they are wise, they can be deceived. They can be deceived. ഇവിടെ പറയുന്നു, don't be deceived. നിങ്ങൾ വഞ്ചിക്കപ്പെടരുത്. നിങ്ങളിൽ ആരെങ്കിലും ജ്ഞാനിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ, മറ്റുള്ളവരെക്കാൾ കൂടുതൽ പല കാര്യങ്ങൾ എനിക്ക് അറിയാം, ആരും എന്നെ ഉപദേശിക്കേണ്ട ആവശ്യമില്ല, ഞാൻ മറ്റുള്ളവരെ പോലല്ല, ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കഴിവ് എനിക്കുണ്ട്, എനിക്ക് മെമ്മറി പവർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നമ്മുടെ ജ്ഞാനത്തിൽ പുകഴുന്നുവെങ്കിൽ, the Lord is saying you are deceiving yourself. ഇവിടെ എഴുതിയിരിക്കുന്നു, ആരും തന്നെത്താൻ വഞ്ചിക്കരുത്. താൻ ഈ ലോകത്തിൽ ജ്ഞാനിയെന്ന് നിങ്ങളിൽ ആർക്കെങ്കിലും തോന്നിയാൽ അവൻ ജ്ഞാനിയാകേണ്ടതിന് ഭോഷനായി തീരട്ടെ. To become a wise man, let him be a fool first. Let him be a fool before God. Come to the Lord and say, Lord, in the things of eternity, in godly matters, I am a fool. I may be good in so many things in this world. I know my profession better maybe. I know different subjects. I can preach very well. I can speak very well. I can sing very well. I can do so many things. I can teach very well. But when it comes to the godly things, heavenly things, I am a fool. ഹല്ലേലൂയ. ദൈവികമായ കാര്യങ്ങളിൽ, സ്വർഗീയമായ കാര്യങ്ങളിൽ ഞാനൊരു ഭോഷനാണെന്ന് ദൈവസന്നിധിയിൽ സമ്മതിക്കുമ്പോഴാണ് നാം ജ്ഞാനിയായി തീരുന്നത്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അടുത്ത വാക്യം പറയുന്നത് ശ്രദ്ധിച്ചേ. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. No matter how great you think, I am or you are. No matter people say is a scholar or the greatest or wise or wisest or whatever it is. വചനം പറയുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. കാരണം എന്തെന്നറിയാമോ? അവൻ ജ്ഞാനികളെ അവരുടെ കൗശലത്തിൽ പിടിക്കുന്നുവെന്നും കർത്താവ് ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്ന് അറിയുന്നുവെന്നും എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ ആരും മനുഷ്യരിൽ പ്രശംസിക്കരുത്. അപ്പൊ ഈ ലോകത്തിലുള്ള ജ്ഞാനികളായ മനുഷ്യരെ നോക്കിക്കൊണ്ട് അവൻ ബുദ്ധിജീവിയാണെന്നും അവൻ ജ്ഞാനിയാണെന്നും പറഞ്ഞ് മനുഷ്യനെ പ്രശംസിക്കരുതെന്ന്. അത് ദൈവദാസന്മാരായിക്കൊള്ളട്ടെ, അവരെ പ്രശംസിക്കരുത്. കാരണം അടുത്ത വാക്യം അതാ പറയുന്നത്. എന്താണെന്നറിയാമോ? നോക്കിയേ, സകലവും നിങ്ങൾക്കുള്ളതല്ലോ. പൗലോസോ അപ്പൊല്ലോസോ കേഫാവോ ലോകമോ ജീവനോ. അവിടെ ദൈവദാസന്മാരുടെ പേരും പറഞ്ഞിരിക്കുക. നമ്മൾ ഒന്നിലും പുകഴാൻ പോകരുത്. ഈ ലോകത്തിൽ ജ്ഞാനികളായിട്ട് ആരുമില്ല. പ്രൈസ് ഗാഡ്. ദൈവത്തിന്റെ സന്നിധി ലോകത്തിലെ ജ്ഞാനം ഭൗമികമാണ്. പ്രൈസ് ഗാഡ്. ആരെങ്കിലും ഒരാളെ കർത്താവ് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് കർത്താവ് തന്റെ ജ്ഞാനത്തെ അവരിൽ പകരുന്നത് കൊണ്ടാണ് അവർ ദൈവസന്നിധിയിൽ ജ്ഞാനികളായി നിലനിൽക്കുന്നത്. ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമുക്ക് കഴിയില്ല. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നാം അറിവ് വർദ്ധിപ്പിക്കുമ്പോൾ പലപ്പോഴും പലരും കരുതും, ഈ ബൈബിൾ കുറച്ചുകൂടി എനിക്ക് അറിയാൻ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ദൈവസ്നേഹം ഒത്തിരി വർദ്ധിക്കുമെന്ന്. ഒരു പരിധി വരെ ശരിയായിരിക്കാം. കർത്താവിന്റെ ആട്രിബ്യൂട്ട്സ്, ദൈവത്തിന്റെ സ്വഭാവം വായിച്ചറിയുവാന്റെ കോണം നമുക്ക് കഴിഞ്ഞേക്കാം. വിവിധ സാഹചര്യങ്ങളിൽ, വിവിധ വ്യക്തികളോട്, വിവിധ അനുഭവങ്ങളിൽ ദൈവം എങ്ങനെയാണ് ഇടപെട്ടത്, അവരെ എങ്ങനെയാണ് ബലപ്പെടുത്തിയത് എന്ന് നമുക്ക് വായിച്ചു മനസ്സിലാക്കുവാൻ കഴിഞ്ഞേക്കാം. ചില അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടുവാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഹല്ലേലൂയ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, അതിൽ നമ്മൾ പുകഴരുത്. അവിടെ അതാ പറയുന്നത്, പ്രശംസിക്കരുത്. ദൈവസന്നിധിയിൽ നമ്മുടെ തല ഉയർത്തി നാം പറയരുത്, അല്ലെങ്കിൽ തല ഉയർത്തി നാം ജീവിക്കരുത്, ഞാൻ മറ്റുള്ളവരെക്കാൾ ജ്ഞാനിയാണ്. ഇവിടെ പറയുന്നു, ഒരു ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. Never boast about our wisdom, because our wisdom is vain before God. Our wisdom, ഇവിടെ പറയുന്നത് ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വം അത്രേ. Always remember this, my brothers and my sisters. ഹല്ലേലൂയ. നമ്മുടെ അറിവ് ദൈവസന്നിധിയിൽ ഒരു പ്രയോജനവും ഇല്ലാത്തതാണ്. എന്നെ ദൈവം ഉപയോഗിക്കുന്നെങ്കിൽ,
നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നുവെങ്കിൽ, ഈ ലോകത്തിലെ ചില ദൈവദാസിമാരെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുവെങ്കിൽ, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ ജ്ഞാനമാണ്. ദൈവം അവർക്ക് കൊടുക്കുന്ന കൃപയാണ്. ദൈവം അവർക്ക് കൊടുക്കുന്ന വെളിപ്പാടാണ്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ, സ്തോത്രം. ആരും തങ്ങളുടെ ജ്ഞാനത്തിൽ, തങ്ങൾക്ക് ലഭിച്ച ജ്ഞാനത്തിൽ പ്രശംസിക്കരുതെന്ന് വചനം പറയുന്നു. പ്രോവേർബ്സിലേക്ക് വരുമ്പോൾ സദൃശവാക്യങ്ങൾ 3:7 ഇങ്ങനെ പറയുന്നു: നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. നിനക്ക് തന്നെ നീ ജ്ഞാനി എന്ന് തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. ജ്ഞാനമെന്ന് തോന്നുന്നത്, ഞാൻ ജ്ഞാനിയെന്ന് തോന്നുന്നത് വിശുദ്ധ വചനപ്രകാരം നമുക്ക് ഭോഷത്വമാണ്, അത് ദോഷമാണ്. അതുകൊണ്ട് യഹോവയെ ഭയപ്പെട്ടിട്ട് ആ ദോഷത്തിൽ നിന്ന് വിട്ടുമാറുക. ഞാൻ എല്ലാവരെക്കാളും ബെറ്റർ ആണ്, ഞാൻ നല്ലൊരു നേതാവാണ്, എനിക്ക് ലീഡിങ് കപ്പാസിറ്റി ഉണ്ട്, ഐ ക്യാൻ ബി എ വെരി ഗുഡ് ലീഡർ, എന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് വലുതാണ്. നമുക്ക് പലതിൽ പുകഴുവാനായിട്ട് പറ്റും. കൂടെ ജോലി ചെയ്യുന്നവരെക്കാൾ കൂടുതൽ അറിവുണ്ടെന്ന് നമുക്ക് ഭാവിക്കുവാനായിട്ട് പറ്റും. കുഞ്ഞുങ്ങൾക്ക് പറയാൻ പറ്റും, they can come into a competition between their peers, their friends, thinking that they are better than the others. That all will bring pride. That will destroy us. That will destroy our life. അപ്പൊ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ ജ്ഞാനത്തിൽ നിങ്ങൾ പുകഴരുത്, നിങ്ങളുടെ ജ്ഞാനത്തിൽ നിങ്ങൾ പ്രശംസിക്കരുത്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5:21 പറയുന്നു, തങ്ങൾക്ക് തന്നെ ജ്ഞാനികളായും തങ്ങൾക്ക് തന്നെ വിവേകികളായും തോന്നുന്നവർക്ക് അയ്യോ കഷ്ടം. Woe unto them, those who think that they are wise, they are better than others. Woe unto them, അവർക്ക് കഷ്ടമാണ്. ഞാൻ മറ്റുള്ളവരെക്കാൾ ബെറ്റർ ആണെന്നും ഞാൻ മറ്റുള്ളവരെക്കാൾ വിവേകിയാണെന്നും ഒരാൾക്ക് തോന്നുന്നു എങ്കിൽ അവർക്ക് അയ്യോ കഷ്ടമെന്ന് പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു. ഇതൊരു വലിയ അപകടമാണ് സഹോദരങ്ങളെ, ഒരു വലിയ അപകടമാണ്. ഹല്ലേലൂയ. നമ്മളിൽ എത്രമാത്രം ദൈവം കൃപ പകരുന്നുവോ അത്രമാത്രം നാം തല കുനിച്ചുകൊണ്ടേയിരിക്കും. കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമാണ്, അങ്ങയുടെ കൃപ മാത്രമാണ്. ഹല്ലേലൂയ. എന്റെ ഭൗതിക ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ഞാൻ ലോകക്കാരനെ പോലെ സംസാരിക്കാതിരിക്കുന്നത് എന്റെ ജ്ഞാനം കൊണ്ടല്ല, പിന്നെയോ അങ്ങയുടെ കൃപ കൊണ്ടാണ്. പ്രൈസ് ദി ലോർഡ്. തിരഹിതമല്ലാത്ത വാക്കുകൾ എന്റെ നാവിന്മേൽ വരാതിരിക്കുന്നത് എന്റെ ജ്ഞാനം കൊണ്ടല്ല, അല്ലെങ്കിൽ എന്റെ അപ്ബ്രിംഗിങ് കൊണ്ടല്ല, പിന്നെയോ അങ്ങയുടെ കൃപയാണ്. എവിടെയെങ്കിലും പുകഴ്ച നമ്മുടെ മനസ്സിലേക്ക് വരുന്നെങ്കിൽ അവിടെ നമ്മുടെ ദൈവസന്നിധി താഴുക. കർത്താവേ, അങ്ങയുടെ കൃപ മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് ആ കുറിവാക്യത്തിൽ നമുക്ക് വായിച്ചു വരുമ്പോൾ മനസ്സിലാക്കും, നീ ജ്ഞാനിയാണെങ്കിൽ നിന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. പിന്നെ പ്രശംസിക്കേണ്ടത് എവിടെയാണെന്ന് താഴേക്ക് വായിച്ചു വരുമ്പോൾ നമുക്ക് മനസ്സിലാകും. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ഇത് വലിയൊരു അപകടമാണ്. 11:25 മത്തായിയുടെ സുവിശേഷം 11:25 നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പറയുന്നു, ആ സമയത്ത് യേശു പറഞ്ഞത്, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇത് ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. ജ്ഞാനികൾക്ക് ഒരു അപകടമായി ഇത് മനസ്സിലാക്കി. ഇങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ലോകത്തിലെ ജ്ഞാനത്തെ വെറുക്കും ദൈവമക്കളെ. എന്താണെന്നറിയാമോ? ഈ ലോകത്തിലെ ജ്ഞാനം കൊണ്ട് ഈ ലോകത്തിൽ കുറച്ച് ജീവിക്കാമോ എന്നുള്ളതല്ലാതെ മറ്റൊരു പ്രയോജനവുമില്ല. ഇറ്റ് ഈസ് സംതിങ് ലൈക്ക് എവറിഥിങ് ഹാസ് ഗോട്ട് ഇറ്റ്സ് ഓൺ പ്ലേസ്. ഈ ഫയർ എന്ന് പറയുന്ന സാധനം ഗുഡാ, അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഈസ് ഡേഞ്ചറസ് ആസ് വെൽ. Fire is good at the fireplace. Fire is good at the fireplace. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജ്ഞാനം നല്ലതാണ്, അത് ഉപയോഗിക്കേണ്ട സന്ദർഭത്തിൽ. ഇവിടെ പറയുന്നു, ദൈവം ജ്ഞാനികൾക്ക് പലതും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നു എന്ന് വചനം പറയുന്നു. ദൈവം ജ്ഞാനികൾക്ക് പലതും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തും. Do you want God to speak to you? Do you want God to reveal certain things to you? Do you want God to use you? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും കേൾക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, ദൈവത്തെ ഹൃദയം കൊണ്ട് കാണണമെന്ന് ആഗ്രഹിക്കുന്നു, ദൈവകരങ്ങളിൽ ഉപയോഗിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുവോ? ഒരൊറ്റ മാർഗമേ ഉള്ളൂ. Be a babe, be a child, be someone who doesn't boast in his own wisdom. ഇവിടെ പറയുന്നു, ദൈവം ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലയോ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയത്. യേശു കർത്താവ് പറയുക, ഇങ്ങനെയാണല്ലോ അങ്ങയ്ക്ക് പ്രസാദം തോന്നിയത്. ബുദ്ധിയുള്ളവർക്ക് മാത്രമാണ് കർത്താവ് സ്വർഗത്തിന്റെ വഴികൾ വെളിപ്പെടുത്തി കൊടുത്തിയതെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഞാനും നിങ്ങളും ഒന്നും ഈ വഴിയിൽ ഒരിക്കലും വരത്തില്ലായിരുന്നു. കാരണം നമ്മളെക്കാൾ ബുദ്ധിമതികൾ ഒത്തിരി ഈ ലോകത്തിലുണ്ട്. പക്ഷെ കർത്താവ് എടുത്ത വഴി അതല്ല.
ലോകത്തിലെ ബുദ്ധിയുള്ളവരെ അല്ല ദൈവം തെരഞ്ഞെടുത്തത്. നമ്മുടെ കർത്താവ് തന്റെ ശിഷ്യന്മാരെ തെരഞ്ഞെടുത്തു. നോക്കിക്കേ, കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു. പഴയ നിയമത്തിലേക്ക് നോക്കിയേ, വിശുദ്ധ പ്രവാചകന്മാരെ ദൈവം തിരഞ്ഞെടുത്തത് എങ്ങനെയായിരുന്നു നമ്മൾ നോക്കിയേ സഹോദരങ്ങളെ. ഇത് കർത്താവിന്റെ ഒരു ക്യാരക്ടറാണ്. കർത്താവിന്റെ ഒരു ക്യാരക്ടറാണ്. പ്രൈസ് ഗോഡ്. നമ്മളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മുടെ സഭകളിലൊക്കെ അറിയപ്പെടുന്ന സെലിബ്രിറ്റീസ് ആരെങ്കിലും മെമ്പേഴ്സ് ആയിട്ട് വരാമെങ്കിൽ എന്തൊരു ഇതായിരിക്കും അല്ലേ. നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, ആരാണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞെന്നും പറഞ്ഞ് എന്തുവാ വീഡിയോസും ലൈവും അത് എന്തെല്ലാമാ കാണിക്കുന്നത്. ഇന്നയാൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇന്നയാൾ യേശുവിനെ കുറിച്ച് പറഞ്ഞു, ഇന്നയാള് ചർച്ചിലെത്തി, എന്തൊക്കെയാ കേൾക്കുന്നത്. എന്തൊരു പോഷത്തരമാണത്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ദൈവസഭയുടെ ബലം ഇങ്ങനെ അറിവുള്ളവരും പ്രഗത്ഭമുള്ളവരും ദൈവസഭയുടെ ഭാഗമാക്കി തീരാണെന്നുള്ളതായിരുന്നെങ്കിൽ കർത്താവ് ഈ ലോകത്തിലെ പ്രൈം മിനിസ്റ്റേഴ്സിനെയും രാജാക്കന്മാരെയും പ്രസിഡന്റുമാരെയും ഒക്കെ കൺവേർട്ട് ചെയ്ത് സഭകളിൽ എത്തിച്ചേനെമായിരുന്നു. ഇന്ന് ദൈവസഭകളിലേക്ക് നോക്കി എല്ലാം വെറും സാധുക്കളാണ്. ലോകം അംഗീകരിക്കാത്തവര്, ലോകം പുച്ഛിക്കുന്നവര്. അവരുടെ ഹൃദയങ്ങളെ ആ ദൈവം തുറന്ന് ശ്രേഷ്ഠകരമായ ദൈവിക വെളിപ്പാടുകളെയും സ്വർഗീയ കാര്യപരിപാടികളെയും കർത്താവ് കാണിച്ചു കൊടുത്തിരിക്കുന്നു. അതോർത്ത് കർത്താവിനെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അതുകൊണ്ട് എനിക്കും ദൈവസഭയുടെ ഭാഗമാകുവാൻ ഇടയായി തീർന്നു. ഹാലലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ജ്ഞാനത്തിൽ ഒരിക്കലും പ്രശംസിക്കരുത്. നമ്മുടെ സഹോദരന്മാരെയും സഹോദരിമാരെയും ചുറ്റുമുള്ള ദൈവമക്കളെയും നോക്കിക്കൊണ്ട് അവരെക്കാൾ ബെറ്ററാണ് പലതിലും ഞാനെന്ന് പറയരുത്. ദൈവം നിന്നെ ഉപയോഗിച്ചേക്കാം, ദൈവം നിന്നെ അനുഗ്രഹപാത്രമാക്കി മാറ്റിയേക്കാം. പക്ഷെ അതൊക്കെയും ദൈവത്തിന്റെ കൃപ മാത്രമാണ്. താണിരിക്കുക. ഹല്ലേലൂയ. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 21 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ, ആ വാക്യം ഒന്ന് വായിച്ചാൽ നമ്മള്. ഒന്നാം അധ്യായത്തിന്റെ 21 മുതലുള്ള വാക്യങ്ങൾ നോക്കിയേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അവർ ജ്ഞാനികളായതുകൊണ്ടാണ് ഈ ദൈവത്തെ മനസ്സിലാക്കുവാൻ അവർക്ക് കഴിയാതിരുന്നത്. ദൈവത്തെ അറിഞ്ഞിട്ടും അവരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടാതിരുന്നതിന്റെ കാരണം എന്തെന്നറിയാമോ? ആ വചനം പറയുന്നു, അവർ വിവേകികളാണെന്ന് പറഞ്ഞിട്ടും അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. താഴ്മയുള്ള ഹൃദയത്തിലെ വെളിച്ചമുണ്ടാകൂ. താഴ്മയുള്ള ഹ്യൂമിലിറ്റിയുള്ള ഹൃദയത്തിലെ ദൈവിക വെളിച്ചം കടന്നു വരത്തുള്ളൂ സഹോദരങ്ങളെ. കാരണം താണ നിലത്തേക്ക് വെള്ളം ഒഴുകി വരത്തുള്ളൂ. താണ നിലത്തേക്ക് വെള്ളം ഒഴുകി വരത്തുള്ളൂ. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ എഴുതിയിരിക്കുന്നു, അവർ ദൈവത്തെ അറിഞ്ഞിട്ടും. എത്രയോ പേര് ദൈവത്തെ അറിഞ്ഞവരായിട്ടുണ്ട്. എത്രയോ പേര് വചനം കേട്ടവരുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിൽ, ഇല്ലേ? ഈ ലോകത്തിൽ എത്രയോ പേരുടെ കയ്യിൽ ഈ വിശുദ്ധ വേദപുസ്തകമുണ്ട്. നമ്മുടെ നാട്ടിലും ലോകത്തിന്റെ ചുറ്റുപാടും. അവർ ദൈവത്തെ അറിഞ്ഞു, ദൈവമുണ്ടെന്നറിഞ്ഞു, അവിടുന്ന് സർവശക്തനാണെന്നറിഞ്ഞു, യേശു കർത്താവ് ഈ ഭൂമിയിൽ വന്നു എന്നവരറിഞ്ഞു. പക്ഷേ ഒരു പ്രയോജനവുമില്ല. കാരണം എന്താണെന്നറിയാമോ? അവർക്ക് തോന്നുന്നു അവർ ജ്ഞാനികളാണെന്ന്. ഇവിടെ വായിച്ചു നോക്കിയേ. അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്നോർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവിക ആലോചനകൾക്ക് സ്വയം ഏൽപ്പിച്ചു കൊടുക്കാതെ തങ്ങളുടെ നിരൂപണങ്ങൾ, തങ്ങളുടെ മനസ്സ് പറയുന്നതനുസരിച്ച്, തങ്ങളുടെ ബുദ്ധി ഉപദേശിക്കുന്നതനുസരിച്ച് അവർ നിരൂപണങ്ങൾ വ്യർത്ഥരായി തീർന്നു. കാരണം എന്താണെന്നറിയാമോ? അവിടെ വചനം പറയുന്നു, അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ദൈവിക ജ്ഞാനമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. കാരണം ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഭോഷൻ, അവിടെ വചനം എഴുതിയിരിക്കുന്നു നോക്കിയേ, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായി പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപത സദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. ഇതൊക്കെ നമ്മുടെ ചുറ്റുപാട് ഒത്തിരി കാണുന്നത് അല്ലേ? അതിനെ ആരാധിക്കുന്നത് ആരാ? ബുദ്ധിയില്ലാത്തവരാന്നോ? PhD ഉള്ളവരാ. അതിനെ ആരാധിക്കുന്നത് ആരാ? ലോകത്തിലെ ഹൈ സ്റ്റാൻഡേർഡുള്ള സ്കോളേഴ്സ് ആരാധിക്കുന്നത്. അത്യുന്നതനായ ദൈവത്തിനെ ക്ഷയമുള്ള മനുഷ്യനും നാൽക്കാലിയും ഇഴജാതിയും അങ്ങനെ സാദൃശ്യമാക്കിക്കൊണ്ട് അതിന്റെ മുമ്പിൽ കൂപ്പ് കൈകളോടുകൂടെ നിൽക്കുന്ന ആരാ? സാധാരണക്കാരൊന്നും അല്ല ദൈവമക്കളെ. ഈ ലോകത്തിൽ അറിയപ്പെടുന്നവർ തന്നെയാ. കാരണം എന്തെന്നറിയാമോ?
ലോകത്തിലെ ജ്ഞാനികളാണ് അവരെന്നുള്ള ഭാവം ദൈവം തന്നെ വെളിപ്പെടുത്തി കൊടുക്കത്തില്ല അവർക്ക്. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഒരു വ്യക്തിയോട് ദൈവിക ആലോചന കൊടുക്കുവാൻ തക്കോണം ദൈവം എനിക്കൊരു അവസരം തന്നു. ആ വ്യക്തിയോട് പറഞ്ഞ ഒരേ ഒരു വാക്കാണ് ഞാനിത്: ഐ കനോട്ട് മേക്ക് യു അണ്ടർസ്റ്റാൻഡ് എനിത്തിങ്. നിന്നെ മനസ്സിലാക്കിച്ചു തരുവാൻ എനിക്ക് കഴിയത്തില്ല. ഇറ്റ് ഈസ് 100% ദി വർക്ക് ഓഫ് ഗോഡ്. ഐ ക്യാൻ ഓൺലി സ്പീക്ക് ടു യു, ഐ ക്യാൻ ഓൺലി ടെൽ യു, ബട്ട് ഇറ്റ് ഈസ് 100% ദി വർക്ക് ഓഫ് ഗോഡ് ടു ഗെറ്റ് യു കൺവിൻസ്ഡ്. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ ഹംബിൾ, God will reveal that to you. Otherwise, He won't. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അനേകർ നിത്യ നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ ദൈവത്തെക്കുറിച്ച് കേൾക്കാഞ്ഞിട്ടല്ല, ദൈവത്തെക്കുറിച്ച് അറിയാഞ്ഞിട്ടല്ല, പലരും ദൈവസഭയുടെ ഭാഗമായി തീരാഞ്ഞിട്ടല്ല, പിന്നെയോ തങ്ങൾ ജ്ഞാനികളാണെന്നുള്ള അഹന്ത, ആ ഭാവം അവരിലുള്ളത് കൊണ്ട് ദൈവം അവരുടെ ഹൃദയങ്ങളെ തുറക്കുന്നില്ല, അവർക്കത് സ്വീകരിക്കാൻ കഴിയുന്നില്ല. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. There are things which we cannot know. There are mysteries which we don't understand. There are problems in our life which we cannot solve. Always remember, we have limitations. We have limitations in our life. There are things which are happening around us which we can't understand. No matter how much time we spend, no matter how much we struggle to understand it, we won't be able to understand it. ഹല്ലേലൂയ. ഞാനൊരു കാര്യം പറയട്ടെ, എല്ലാം അറിയാവുന്ന ഒരൊറ്റ മനുഷ്യൻ ഈ ലോകത്തിലുണ്ടോ? ഒരു ഡോക്ടറിനെ എടുത്ത് നോക്ക്, ഏതെങ്കിലും ഒരു സ്പെഷ്യലിസ്റ്റിനെ, ഒരു കൺസൾട്ടന്റിനെ എടുത്ത് നോക്ക്. Does he know everything about medicine? No, absolutely no. എന്നെക്കാൾ കൂടുതൽ മെഡിക്കൽ വിഷയത്തെക്കുറിച്ച് അറിയാവുന്നവർ എന്നെ കേൾക്കുന്നവർ പലരും. If you say that he's a consultant, he's a specialist with some great degrees and awards and qualifications, and does he know about all medicine? No. He specialized in a little small stream, faculty of the whole medical science. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ഒരു പീഡിയാട്രീഷ്യൻ കൺസൾട്ടന്റ്, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഒരു കൺസൾട്ടന്റ് ഹാർട്ടിന് പ്രോബ്ലം വന്നാൽ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? ഒരു കാർഡിയോളജിസ്റ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അല്ലേ? അതുപോലെ ഓരോ 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 കാര്യങ്ങളൊന്ന് ഓർത്ത് നോക്കിയത് മക്കളെ. ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മെഡിസിൻ 12 വർഷമോ 15 വർഷമോ പഠിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? 50 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? ഇല്ല. വി ആർ ലിമിറ്റഡ്. നമ്മളെല്ലാവർക്കും ഈ ലോകത്തിൽ ആരും ജ്ഞാനികളല്ല സഹോദരങ്ങളെ. ചെറിയൊരു വിഷയത്തിൽ പലരും ദൈവത്തെ അളക്കുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഈ ലോകത്തിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു തെളിവെന്താ? ചിലർ ചോദിക്കത്തില്ല. അവരോട് തിരിച്ചു ചോദിക്കുന്ന ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ: ഈ ലോകത്തിലെ മൊത്തം ജ്ഞാനത്തിന്റെ എത്ര ജ്ഞാനം നിങ്ങൾക്കറിയാം? 1% അറിയാമോ? ഡു യു ഹാവ് 1% knowledge, 1% wisdom of the whole wisdom of God, wisdom of the world? ഈ ലോകത്തിലുള്ള വിശ്വത്തിന്റെ ജ്ഞാനത്തിന്റെ 1% ജ്ഞാനം നിങ്ങൾക്കുണ്ടോ? ഇല്ലെന്ന് പറയാൻ ബുദ്ധിയുടെയൊന്നും ആവശ്യമില്ല. ആരും പറയോ ഇല്ല, എനിക്ക് അത്രയൊന്നുമില്ല. അപ്പൊ 1% പോലും ജ്ഞാനം നിങ്ങൾക്കില്ലല്ലോ. ബാക്കി 99% അപ്പുറത്ത് കിടക്കുകയാ. ആ 99%-ത്തിലാ ദൈവം ഉള്ളത്. നിങ്ങൾ അവിടെ വരെ എത്തിയില്ല. നിങ്ങൾ 1% കിടന്നിട്ട് ഞാൻ വലിയവനാന്ന് പറയുക. എനിക്കൊന്നും അറിയുന്നില്ലെന്ന് പറയാമെങ്കിൽ നിനക്ക് ആ 99%-ത്തിലേക്ക് ഇറങ്ങി ആ whole 99% is filled with God. But you know only 1%. And with that 1% you say there is no God. കർത്താവ് പറഞ്ഞു, ജ്ഞാനികൾക്ക് ഇത് അവിടുന്ന് മറച്ചു വെച്ചിരിക്കുക. ശിശുക്കൾക്ക്, മുല കുടിക്കുന്നവർക്ക്, ഐ ആം നത്തിങ് എന്ന് പറയുന്നവർക്ക്, എനിക്കൊന്നും അറിയില്ല, ഞാനൊരു കുഞ്ഞാണെന്ന് പറയുന്നവർക്ക് ദൈവം അത് വെളിപ്പെടുത്തി കൊടുക്കുക. എത്ര മഹാസത്യമായി. ഹല്ലേലൂയ. So we don't know anything. There are so many mysteries in this world which we can understand with our physical senses. നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങൾ കൊണ്ട് പലതും നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവജനമേ, ഈ മെസ്സേജിന്റെ ഉദ്ദേശം ഇതാ: there is nothing wrong in getting more knowledge, but never boast in your knowledge. Never say that you are better or I am better than others. Never boast, never glory about that fact. Come to the Lord and say, Lord, I may be good in so many things. Thank you that you have given me wisdom to do my job, wisdom to bring up my children,
or wisdom to lead the church, or wisdom to advise people, or maybe so many things. But when I look at you, O Lord, when I think about the things of eternity, godly matters, about you, Lord, I am a fool. I don't know anything unless you reveal that to me. അങ്ങനെ ഒരു മനുഷ്യനെയാണ് ദൈവത്തിന് വേണ്ടത്. അങ്ങനെയുള്ളൊരു വീട് പോകില്ല സഹോദരങ്ങളെ. അവർ ദൈവസന്നിധി കരയും, പ്രാർത്ഥിക്കും. അവരൊരിക്കലും പുകഴ്ചയില്ല. ഹല്ലേലൂയ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. അവിടെ എന്താ നമ്മൾ വായിച്ചത്? ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്. അടുത്ത വാക്യം നോക്കിയേ. ഇത് കൽപ്പനയാണ് കേട്ടോ. ദിസ് ഇസ് എ കമാൻഡ്മെന്റ് ഓഫ് ഗോഡ്. എന്തിനാ? നമുക്ക് അവിടെ എത്തണം, കർത്താവിന്റെ അടുത്ത് എത്തണം. ഇത് നമ്മളോട് പറഞ്ഞില്ലെന്ന് ദൈവത്തോട് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഇതൊരു അപകട മേഖലയാണ്. ഞാനും നിങ്ങളും വീഴുവാൻ സാധ്യതയുള്ള അപകട മേഖലയാണ്. നമുക്ക് എത്രയോ പേർക്ക് വീണ്ടും വീണ്ടും കർത്താവിന്റെ പരിശുദ്ധാത്മാവ് തോട്ട്സ് തരികയാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നമ്മൾ രാത്രി മുഴുവനും വേണമെങ്കിൽ ഇരുന്നു കൊണ്ട് പലതും വായിക്കാൻ ശ്രമിക്കും, പലതും എഴുതാൻ ശ്രമിക്കും. പക്ഷെ നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? ഒരു രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ചില മണിക്കൂറുകൾ പ്രാർത്ഥിക്കുക, ചില മണിക്കൂറുകൾ വായിച്ച ഭാഗം ഒന്ന് ധ്യാനിക്കുവാൻ നമുക്ക് എത്ര പേർക്ക് കഴിയും? വളരെ ചുരുക്കം പേർക്കേ കഴിയും. വായിക്കാൻ നമുക്ക് പറ്റും, കേൾക്കാൻ നമുക്ക് പറ്റും, ബോറടിക്കത്തില്ല. വായിക്കാനും കേൾക്കാനും കൂടുതൽ അറിവ് കിട്ടാൻ വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ നമുക്ക് എത്ര സമയം കിട്ടും? പിശാച് അതാ തടഞ്ഞിരിക്കുന്നത്. എനിക്കറിയില്ല എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്നത് എന്തുവാ? കർത്താവേ, എനിക്ക് അങ്ങേ ആവശ്യമുണ്ടെന്ന് പറയുന്നതാണ് പ്രാർത്ഥന. എന്നെ സഹായിക്കണം എന്ന് പറയുന്നതാണ് പ്രാർത്ഥന. അതാ ശത്രു തടഞ്ഞു വെക്കുന്നത്. അതാ നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അടുത്ത വാക്യം നോക്കിയേ. ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. ബലം ആവശ്യമുണ്ടോ ദൈവമക്കളെ? Never a mighty man boasts in his own might. Never a stronger man should boast in his own strength. God gives us strength. Glorify Lord and use that strength and the power and the might for the godly things to help poor people. Praise God. കാരണം നമ്മുടെ ബലം കൊണ്ട് ഈ ഭൂമിയിൽ നമുക്ക് നിൽക്കാൻ കഴിയത്തില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബലശാലി ആരാ? The strongest man in the world. There is someone, definitely I know. And there could be some yardsticks and measurements to measure that also. ഈ ലോകത്തിലെ സ്ട്രോങ്സ്റ്റ് മാൻ ആരാന്ന് ചോദിച്ചാൽ ഗിന്നസ് ബുക്കിൽ ആരുടെ പേരാന്ന് എനിക്ക് അറിയത്തില്ല. ബട്ട് someone's name is there. ഏഷ്യ സ്ട്രോങ്സ്റ്റ് മാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കണ്ടു. ഒരു somebody called Manoj Chopra or somebody, I don't remember. I have seen him. ഒരു മീറ്റിംഗ് വെച്ച് ഞാൻ കണ്ടു, പരിചയപ്പെട്ടു. അപ്പൊ താൻ സ്ട്രോങ്സ്റ്റ് ആണെന്ന്. he was this, now I don't know what about him today, but അന്ന് few years ago, 15 20 25 years ago I think, in a meeting he was proving that he was the strongest person in Asia. That was his title. What did he do? He took an iron rod, ഒരു അയൺ റോഡ് എടുത്തിട്ട്, അയൺ കമ്പി അങ്ങോട്ട് എടുത്തിട്ട്, വെരി സ്ട്രോങ് ആയിട്ടുള്ള ഒരു കമ്പി എടുത്തിട്ട് less than 10 seconds അത് ബെൻഡ് ചെയ്ത് കാണിച്ചു. എൻ്റെ ലൈഫ് മൊത്തം കൂടെ നോക്കിക്കഴിഞ്ഞാൽ അത് അനക്കാൻ പറ്റത്തില്ല, എനിക്കറിയാം. അതുപോലെ ടെലിഫോൺ ഡയറക്ടറി, ഇത്ര വലിപ്പമുള്ള തിക്കായിരിക്കുന്ന ഒരു ടെലിഫോൺ ഡയറക്ടറി എടുത്തിട്ട് ഞങ്ങളുടെ കുറച്ച് പേരുണ്ടായിരുന്നു, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ മുന്നേ വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞിട്ട് less than 2-3 minutes 2 ഭാഗമായിട്ട് മുറിച്ചെടുത്തു. നമ്മളെല്ലാവരും പറയും, ഓ ഹി ഈസ് വെരി സ്ട്രോങ് ഓർ ഷീ ഈസ് വെരി സ്ട്രോങ്. പക്ഷെ ഒരു 100 പേർ ഒന്നിച്ച് വന്നു കഴിഞ്ഞാലോ ആളുടെ സ്ട്രെങ്ത് എവിടെ പോയി? ഇല്ല ദൈവജനമേ, ശത്രുവിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല അവർക്ക്. ഈ ലോകത്തിൽ ഒരു സ്ട്രോങ് മനുഷ്യനും തന്നെ സൂക്ഷിക്കാൻ പറ്റത്തില്ല. ഈ ലോകത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള രാജ്യങ്ങളുണ്ട്, അവർക്ക് തങ്ങളെ സൂക്ഷിക്കാൻ പറ്റുന്നില്ല. അമേരിക്കയിലൊക്കെ നടന്നിട്ടുള്ളത് അറിയാമല്ലോ. ട്രേഡ് സെന്റേഴ്സ് ഒക്കെ വീഴ്ത്തിയത് നമുക്കറിയാമല്ലോ.
ഈ ലോകത്തിലെ ഒരു മനുഷ്യനും ഞാൻ ബലവാനെന്ന് പറയാൻ ഒക്കത്തില്ല, ബലത്തിൽ പ്രശംസിക്കാൻ ഒക്കത്തില്ല. കാരണം എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവൻ കർത്താവിന്റെ കൈകളില്ല. നാളെ പ്രഭാതത്തിൽ നാം എഴുന്നേൽക്കണമോ എന്ന് നിശ്ചയിക്കുന്നത് ദൈവമാണ്. സങ്കീർത്തനത്തിൽ മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. 33-ാം സങ്കീർത്തനത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, സൈന്യബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ബലാധിക്യം കൊണ്ട് വീരൻ രക്ഷപ്പെടുന്നതുമില്ല. ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു, തന്റെ ബലാധിക്യം കൊണ്ട് അത് വിടുവിക്കുന്നതുമില്ല. സൈന്യബലം, അവിടെ വചനം നോക്കിക്കേ, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല. ദൈവത്തിന്റെ കരുണ കൂടെ ഇരിക്കണം. പഴയ നിയമത്തിൽ അനേക യുദ്ധങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനുഷ്യന്റെ ഒരു ഇടപെടലും ഇല്ലാതെ ശത്രുവിനെ ദൈവം തോൽപ്പിച്ചു കൊടുത്ത് തന്റെ ജനമായി ഇസ്രായേലിന്റെ മുമ്പിൽ തോൽപ്പിക്കുന്ന അനവധി ചരിത്രങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൗതിക ശത്രുക്കളെ മാത്രമല്ല ആത്മീക ശത്രുക്കളെയും നമ്മുടെ മുമ്പിൽ തോൽപ്പിക്കുന്ന അനുഭവം നമുക്കറിയാം. എവിടെ ഞാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്നുകൊണ്ട് കർത്താവേ, ശത്രുവിനോട് എതിരിടുവാൻ തക്കവണ്ണം എനിക്ക് ബലമില്ല എന്ന് പറയുന്നുവോ, അവിടെയാണ് താൻ തന്നെ ബലവാൻ എന്ന് കാണിക്കുന്ന യഹോവ എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. വചനം പറയുന്നു, നിനക്ക് ബലമുണ്ടെങ്കിൽ അത് തെറ്റല്ല, കുഴപ്പമില്ല, ദൈവം തന്ന ദാനമാണ് എന്നുള്ള ബോധ്യത്തിൽ നീ ദൈവത്തെ മഹത്വപ്പെടുത്തുക. നിന്റെ ബലത്തിൽ നീ പ്രശംസിക്കരുത്. ആരുടെയും മുമ്പിൽ മുഷ്ടി ചുരുട്ടി കാണിക്കരുത്. ഒരുപക്ഷെ പുറത്ത് കാണിക്കത്തില്ലായിരിക്കാം, അകത്ത് മുഷ്ടി ചുരുട്ടി കാണിക്കരുത്. ഞാൻ കാണിച്ചു തരാം. മറ്റാരെയും നമ്മൾ കമ്പയർ ചെയ്യും. നമുക്ക് ലഭിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ദാനമെന്ന് തിരിച്ചറിയുക. യെശയ്യാ പ്രവാചന പുസ്തകം 31:1 പറയുന്നു, ആ വാക്യം ഒന്ന് എടുത്തു നോക്കിയ ഒരു വളരെ നമ്മൾ ചിന്തിക്കേണ്ടതായ ഒരു വിഷയമാണ്. യെശയ്യാ പ്രവാചന പുസ്തകം 31:1, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 31 വേഴ്സ് 1. ഇസ്രായേലിന്റെ പരിശുദ്ധെങ്കിൽ, ഇതിന് വലിയ ആത്മീയ അർത്ഥമുണ്ട് സഹോദരങ്ങളെ. ഇസ്രായേലിന്റെ പരിശുദ്ധെങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ മനസ്സ് ഊന്നി, രഥം അനവധി ഉള്ളത് കൊണ്ട് അതിനും കുതിരച്ചേവകർ മഹാബലവാന്മാരാകൊണ്ട് അവരിലും ആശ്രയിക്കുന്നവർക്ക് അയ്യോ കഷ്ടം. ഇസ്രായേലിന്റെ യഹോവ തങ്ങളോട് കൂടെയുണ്ട്. സർവശക്തനായ ദൈവം നമ്മളോട് കൂടെ ഉണ്ട്. സങ്കീർത്തനത്തിൽ 33-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചു, സൈന്യ ബഹുത്വത്താൽ രാജാവ് ജയം പ്രാപിക്കുന്നില്ല, ജയത്തിന് കുതിര വ്യർത്ഥമാകുന്നു. ഇതൊന്നുമില്ലെങ്കിലും ദൈവത്തിന് ശത്രുവിനെ നമ്മുടെ കീഴടക്കുവാൻ കോണം കഴിയും. അത് അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിച്ചറിഞ്ഞതാണ്. എന്നാൽ ഇവിടെ വാക്യം പറയുന്ന നോക്കിയേ, ഇതേ ഇസ്രായേൽ തങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവത്തെ അന്വേഷിക്കാതെ, തങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലാതെ അവർ എങ്ങോട്ടാ പോയതെന്ന് നോക്കിയേ. അവിടെ വായിച്ചിരിക്കുന്ന വാക്യം നോക്കിയേ, അവർ പരിശുദ്ധങ്കിലേക്ക് നോക്കുകയോ യഹോവയെ അന്വേഷിക്കുകയോ ചെയ്യാതെ സഹായത്തിനായി മിസ്രയീമിൽ ചെന്ന് കുതിരകളിൽ. മിസ്രയീം ആരാ? ദൈവത്തിന്റെ ശത്രുക്കളാണ്, ജാതികളുടെ നാടാണ്, വിഗ്രഹങ്ങളുടെ കൂമ്പാരമാണ് ഉള്ളത്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും സംഭവിക്കുമ്പോൾ, പല ആവശ്യങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടുന്നത് എങ്ങോട്ടാ? ദൈവസന്നിധിയിലേക്കാണോ? ദൈവത്തെ അറിയാത്ത ചുറ്റുപാടുകളിലേക്കാണോ? നമ്മൾ അഡ്വൈസ് ചോദിക്കുന്ന ആരോടാ? ഒന്ന് ഓർത്ത് നോക്കിയ ദൈവമക്കളെ, ആരുടെ അഭിപ്രായത്തിനാണ് നമ്മൾ മുൻഗണന കൊടുക്കുന്നത്? നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കൂട്ടുകാരൻ ആരാ? ബെസ്റ്റ് കൂട്ടുകാരി ആരാ? ഒന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ, ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള കൂട്ടുകാരുള്ളവരോട് ചോദിക്കുന്നത് ഞാൻ, നമ്മൾ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുന്നത് ആരോടാ? ദൈവത്തെ അറിഞ്ഞവരോടാണോ? ദൈവത്തെ അറിയാത്തവരോടാണോ? ഇതാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഹോവയെങ്കിലേക്ക് വരാതെ, ദൈവസന്നിധിയിലേക്ക് വരാതെ. ദൈവസന്നിധിയിലേക്ക് വരിക, യഹോവയെങ്കിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തെന്ന് പറയുമ്പോൾ, ദൈവസഭയിലേക്ക് വരാതെ, ദൈവജനത്തിന്റെ അടുക്കിലേക്ക് വരാതെ, സഹോദരന്മാരുടെ അടുക്കിലേക്ക് വരാതെ, സഹോദരിമാരോട് കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാതെ കാര്യങ്ങൾ അന്വേഷിക്കുന്നതും ആലോചനകൾ ചോദിക്കുന്നതും അഭിപ്രായങ്ങൾ അന്വേഷിക്കുന്നതും ആരോടാ? എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, ദൈവം മറ്റാളെ ഉപയോഗിക്കത്തില്ലെന്നല്ല പറയുന്നത്. അസുഖം വരുമ്പോൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുന്നത് ഡോക്ടർ വിശ്വാസിയാണോ എന്ന് നോക്കിയിട്ടല്ല നമ്മൾ പോകുന്നത്.
അതിനെക്കുറിച്ചല്ല. ദൈവം അവിശ്വാസിയായ ഒരു വ്യക്തിയെ നമ്മുടെ വിടുതലിന് വേണ്ടി ദൈവം ഉപയോഗിക്കും. ദൈവവചനത്തിൽ ഒത്തിരി തെളിവുകളുണ്ടല്ലേ? എത്രയോ തെളിവുകൾ നമുക്ക് എടുക്കാൻ പറ്റും ദൈവവചനത്തിൽ. ഞാൻ അതല്ല പറഞ്ഞത്. നമ്മുടെ ആറ്റിറ്റ്യൂഡ്. ആരെങ്കിലും പറയുമോ എനിക്ക് അസുഖമൊക്കെയാ, പക്ഷെ ഞാൻ നോക്കിയിട്ട് വിശ്വാസികളായിട്ടുള്ള ഡോക്ടേഴ്സിനെ ഒന്നും കാണുന്നില്ല, അതുകൊണ്ട് ഞാൻ പോയില്ലെന്ന് പറയത്തില്ല. ഞാൻ അതല്ല പറയുന്നത്. നമ്മുടെ ജീവിതത്തിലെ ചില ആവശ്യങ്ങളുടെ മുഖങ്ങളിൽ ചില ആലോചനകൾ പ്രാപിക്കുക. പലപ്പോഴും നമ്മൾ അന്വേഷിക്കുന്നത് മിസ്രൈമിനെയാണ്, മിസ്രൈമിലെ കുതിരകളെയാ, മിസ്രൈമിലെ രഥത്തെയാ, മിസ്രൈമിലെ അറിവിനെയാ, മിസ്രൈമിലെ ജ്ഞാനത്തെയാ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആ സ്ഥാനത്ത് നാം കർത്താവിനെ ഭയപ്പെടുന്നെങ്കിൽ, കർത്താവിനെ മാനിക്കുന്നുവെങ്കിൽ, വർഷങ്ങൾക്ക് മുമ്പ് ഞാനെടുത്ത തീരുമാനമാണ്. എൻ്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു വിഷയത്തിൽ എനിക്ക് ആലോചന വേണമെന്നുണ്ടെങ്കിൽ ജ്ഞാനമുള്ള ലോകക്കാരുടെ അടുത്തല്ല ഞാൻ പോകുന്നത്. ജ്ഞാനമില്ലാത്തവരെന്ന് എനിക്ക് തോന്നിയാലും ദൈവസഭയിലുള്ള സഹോദരങ്ങളോട് ഞാൻ വിഷയം സംസാരിക്കും. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയുടെ മധ്യത്തിൽ ആരെങ്കിലും ഒരാളിലൂടെ ദൈവം സംസാരിക്കും. ആലോചന അത് ആ സഹോദരനിൽ നിന്നോ സഹോദരിയിൽ നിന്നോ വരുന്ന ആലോചനയല്ല, അത് ദൈവത്തിൽ നിന്ന് വരുന്ന ആലോചനയാണ്. സഹോദരങ്ങളെ, മിസ്രൈമിനെ ആശ്രയിക്കരുത്, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തെ അന്വേഷിക്കുക. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ, നമുക്ക് പല കാര്യങ്ങളും കേൾക്കാനുണ്ടല്ലോ. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ മനോഹരമായ ഒരു വാക്യം പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ദൈവമക്കളെ, നമ്മുടേതെന്ന് പറഞ്ഞ്, ഞാനെന്ന് പറഞ്ഞ്, എൻ്റെ അധ്വാനമെന്ന് പറഞ്ഞ്, എൻ്റെ സൃഷ്ടിയെന്ന് പറഞ്ഞ് ജീവിക്കുമ്പോഴാണ് അപകടം വരുന്നത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന ഒരു വാക്യം ഒന്ന് ശ്രദ്ധിച്ചേ. നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? നിന്റെ കൈകൾ ബലപ്പെട്ടിരിക്കുമോ? കർത്താവ് കണക്ക് ചോദിക്കുന്ന ഒരു ദിവസമുണ്ടെന്ന് അവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. പുതിയ നിയമത്തിൽ പലയിടത്തും അത് എഴുതിയിട്ടുണ്ട്, പഴയ നിയമത്തിലുമുണ്ട്. പ്രത്യേകിച്ച് സഭാപ്രസംഗമൊക്കെ വായിച്ചു കഴിയുമ്പോൾ അവസാന ഭാഗത്തേക്ക് അധ്യായത്തിലൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നത് വായിക്കുവാൻ പറ്റും. ന്യായവിസ്താരത്തിന് മുമ്പിൽ നാം നിൽക്കുന്ന നാളുകളൊക്കെ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇവിടെ കർത്താവ് ചോദിക്കുകയാണ്, നീ സമ്പാദിച്ചിരിക്കുന്നതിന്റെ ലാഭത്തെയും. ആ ലാഭം ധനം മാത്രമാകണമെന്നില്ല. ലാഭം എന്ന് പറഞ്ഞാൽ എന്താ? എൻ്റെ സമ്പാദ്യം, എൻ്റെ അച്ചീവ്മെന്റ്സ്, എൻ്റെ നേട്ടങ്ങൾ, ഞാൻ നേടിയെടുത്തത്, എൻ്റെ അധ്വാനം കൊണ്ട് ഞാൻ നേടിയെടുത്തത്, എൻ്റെ പ്രയത്നം കൊണ്ട് ഞാൻ നേടിയെടുത്തത്, എൻ്റെ ബുദ്ധി കൊണ്ട് ഞാൻ നേടിയെടുത്തത്. ചിലരൊക്കെ പറയത്തില്ലയോ, ഇതൊക്കെ തന്നെ ഉണ്ടായിരുന്ന ലക്ഷണം, ഇതൊക്കെ എൻ്റെ ബുദ്ധി പ്രവർത്തിച്ചതാണ്, അനേകം മണിക്കൂറുകൾ ഞാൻ അതിനെ പിന്നെ ചെലവഴിച്ചതാ, പറയത്തില്ലേ? ആ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം, വേർ ഇസ് ഗോഡ്? ഗോഡ് ഈസ് നോവേർ. ഒരു കാലഘട്ടത്തിൽ ഞാൻ പലതിനെ കുറിച്ചും അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അന്നൊന്നും ഞാൻ തകർന്നു പോകാതിരുന്ന ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമാണ് ദൈവജനമേ. ഒരിക്കലും പറയരുത് എന്റേത്, ആ വാക്കെടുക്കരുത്. ഞാൻ, ആ വാക്കെടുക്കരുത്, അപകടമാണത്. ഞാൻ എന്ന് വാക്കെടുക്കരുത്, അപകടമാണ്. കൃപ, 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 ദൈവത്തിന്റെ കൃപ. Hallelujah. My children never take the word I, me, myself. No. When you say I, there is nothing wrong in say I, provided in your heart I is a small letter. Wherever you see in the language, whichever part, when I comes, I always have a capital head. Whether it is in the middle of a sentence or in the beginning of a sentence or at the end of a sentence, doesn't matter. Wherever I comes, it has a capital head. But when you use the word I, in your heart, it should be a small letter. Remember that. ഞാൻ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചെറിയ ഞാനായിട്ട് മാറണം. കൃപയാണ് എന്നെ നിർത്തുന്നത്. നാളത്തെ ദിവസം എൻ്റെതാണെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഈ നേടിയത് എന്തെങ്കിലും എനിക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ നാളെ എൻ്റെ കയ്യിൽ ഉണ്ടാകുമെന്ന് പറയാൻ പറ്റത്തില്ല. കർത്താവിൻ്റെ ദാനം മാത്രമാണ്. എൻ്റെ ബുദ്ധി, എൻ്റെ ജ്ഞാനം, എനിക്ക് തന്ന ആത്മീക ഭൗതികമായിട്ടുള്ളതെല്ലാം സ്വർഗത്തിന്റെ ദാനം മാത്രം. അത് എൻ്റെതല്ല, നാളെ അത് മറ്റൊരാളേതാണ്.
കുറച്ചുനാൾ ഉപയോഗിക്കുവാൻ ദൈവനെ ഏൽപ്പിച്ചിരിക്കുന്നു, അത്രമാത്രം. കർത്താവ് പറയുന്നു, നീ സമ്പാദിച്ചിരിക്കുന്ന ലാഭത്തെയും നിന്റെ നടുവിലുണ്ടായ രക്തപാതകത്തെയും കുറിച്ച് ഞാൻ കൈകൊട്ടും. കൈകൊട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞില്ലേ, look here, exactly that is that, give me an account, look here. കൈകൊട്ടുന്നത്, he is drawing your attention. നിന്റെ നടുവിലുണ്ടായ രക്തപാതകം, കർത്താവ് ദൈവവചനത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ കൈകൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും എൻ്റെ മുഖം ഞാൻ മറയ്ക്കുമെന്ന്. യെശയ്യാപ്രവാചന പുസ്തകം 1-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര തന്നെ പ്രാർത്ഥന കഴിച്ചാലും, നിങ്ങൾ എത്രമാത്രം കൈ മലർത്തിയാലും ഞാൻ എൻ്റെ മുഖം തിരിച്ചു കളയുമെന്ന്. കയ്യിൽ രക്തം നിറഞ്ഞിരിക്കുന്നത് എന്താ എൻ്റെ അർത്ഥം? നമ്മൾ കൊന്നെന്നാണോ എൻ്റെ അർത്ഥം? അല്ല, അർഹിക്കാത്ത പലതും നമ്മുടെ കയ്യിൽ എത്തിക്കഴിഞ്ഞു. അനേകരെ കൊന്ന, അനേകരുടെ റെപ്യൂട്ടേഷൻ കളഞ്ഞ, അനേകർക്ക് അവകാശമായിരുന്ന പലതും നമ്മൾ പിടിച്ചു വാങ്ങിച്ചു. അനേകരെ വേദനിപ്പിച്ച ചരിത്രം നമ്മുടെ കയ്യിലുണ്ട്. അനേകരുടെ പേരിനെ ദുഷ്പേര് വരുത്തിയത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്, ആവശ്യമില്ലാത്ത കഥകൾ മെനഞ്ഞ് മറ്റുള്ളവരെ അറിയിച്ചത്, അനേകരെ വേദനിപ്പിച്ചതൊക്കെ കൊലപാതകം എന്ന് പറഞ്ഞാൽ എന്താ? വാട്ട് ഈസ് മർഡർ ഇൻ ന്യൂ ടെസ്റ്റ്മെന്റ് ബിബ്ലിക്കൽ ടേംസ്? മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞു, സഹോദരനോട് മൂട എന്ന് പറഞ്ഞാൽ നീ കൊലപാതകയാകുന്നെന്ന്. ചിന്തിച്ചേ, how can you be a murderer in the New Testament, spiritually speaking, when you call someone a fool, when you are looking down on somebody, when you are tearing off someone's reputation, മറ്റുള്ളവരെ കുറിച്ച് ആവശ്യമില്ലാത്തത് പറയുമ്പോൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ ആവശ്യമില്ലാതെ പറയുമ്പോൾ, ദൈവവചനത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും വേദനിക്കുന്നെങ്കിൽ അത് കർത്താവുമായി തീർത്തോളൂ. ദാറ്റ് ഈസ് എ ഡിഫറെന്റ് തിങ്. പർപ്പസ്ലി നമ്മുടെ ഒരാളുടെ പേരിനെ നശിപ്പിക്കാൻ ശ്രമിക്കുക, ആ ആളിനെ കുറിച്ച്, ആ കുടുംബത്തെക്കുറിച്ച്, അല്ലെങ്കിൽ അവരുടെ മക്കളെക്കുറിച്ച്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത അപവാദങ്ങൾ, ഇതെല്ലാം രക്തം പുരളുന്ന കാര്യങ്ങളാണ്. അപ്പൊ നിന്റെ ലാഭം, നീ ഉണ്ടാക്കിയ ലാഭം, ആ ലാഭത്തിൽ ചില രക്തക്കറ ഞാൻ കാണുന്നു, കർത്താവ് പറയുക. ദൈവജനമേ, അതിനകത്ത് അധികാരം ഉണ്ടാകാം. സഭകളിലുള്ള അധികാരപ്പിടി, അധികാരം വലി, അധികാരത്തിൽ എത്തുവാൻ തക്കോണം ആരെക്കുറിച്ചൊക്കെ എന്തൊക്കെ പറഞ്ഞു വരുത്താനും തക്കോണം ബലമില്ല, അതിനകത്തൊരു മടിയില്ല. നമുക്ക് അവസരം ലഭിക്കുവാൻ തക്കോണം മറ്റുള്ളവരുടെ അവസരങ്ങളെ നമ്മൾ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അതാ കർത്താവ് പറയുന്നത്, നിനക്ക് കിട്ടുന്ന അവസരം നിന്റെ ലാഭമാ. ആ ലാഭത്തിലേക്ക് ഞാൻ നോക്കുമ്പോൾ അതിനകത്ത് രക്തം പുരളുന്നത് ഞാൻ കാണുന്നു. അനേകർ ഉന്നതികളിൽ എത്തുന്നത് പലരുടെയും തോളിൽ ചവിട്ടിയാ കേട്ടോ. അത് ആത്മീയ ഗോളത്തിലും ഭൗതിക ഗോളത്തിലും ഒരുപോലെയായി ഈ കാലഘട്ടത്തിൽ. ഇന്ന് ദൈവം ഉയർത്തണമെന്നൊന്നുമില്ല, മനുഷ്യൻ തന്നെ ഉയരുന്ന കാലമാണ്. യെശയ്യാ 14-ലും എസെക്കിയേൽ 28-ലും നമ്മൾ വായിക്കുന്ന പോലെ സാത്താന്റെ ചിന്ത, മേഘോന്നതികൾക്ക് മീതെ ഞാൻ കയറും. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഇന്ന് ദൈവം പലരും പറയുന്നുണ്ട് ദൈവം എന്നെ ഉയർത്തിയതാന്ന്. പക്ഷേ രഹസ്യത്തിൽ അവരോടൊന്ന് ചോദിച്ചാൽ എങ്ങനെ ഇവിടെ വന്നേ? അവർ പറയും ഞാൻ ചിലരെയൊക്കെ കണ്ടായിരുന്നെന്ന് പറയും. ഇത് ആത്മീയ ഗോളത്തിലെ സ്ഥിതി ഇത് തന്നെയാ കേട്ടോ. ചിലയിടത്ത് എത്താനും ചില കീ പ്ലേസസ്, എന്തുവാ, താക്കോൽ സ്ഥലങ്ങളിൽ, അതൊന്നും ദൈവം എത്തിച്ചതൊന്നുമല്ല, മനുഷ്യനെത്തിയതാ. മനുഷ്യന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പറ്റും കേട്ടോ. മനുഷ്യന് ഒത്തിരി പ്രവർത്തിച്ചിട്ട് പറയാൻ പറ്റും ദൈവത്തോട്, ദൈവമേ ഇതിനെ അനുഗ്രഹിക്കണമെന്ന്. ഇസ്മായേലിനെ സൃഷ്ടിച്ചിട്ട് അബ്രഹാം ദൈവത്തോട് പ്രാർത്ഥിച്ചെന്തോന്നറിയാമോ? കർത്താവ് പറഞ്ഞു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, പിന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു, അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിനക്ക് ഞാനൊരു തലമുറയെ തരാൻ പോവാ. അപ്പൊ പറഞ്ഞു, തന്നില്ലേലും കുഴപ്പമില്ല, ഇവനെ നീ ഒന്ന് അനുഗ്രഹിച്ചെന്നാ മതി. ഇസ്മായേലിന്. നമ്മുടെ പരിപാടി ഏതാ? നമ്മുടെ ബുദ്ധി കൊണ്ട് ഓരോന്നും ഉണ്ടാക്കി വെച്ചിട്ട്, നമ്മുടെ പ്രയത്നം കൊണ്ട് ഉണ്ടാക്കി വെച്ചിട്ട് ദൈവത്തോട് പറയും, ദൈവമേ ഇതിനെ അനുഗ്രഹിക്കണമേ. അങ്ങനെ അനുഗ്രഹിക്കുന്നവനല്ല ദൈവം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, വചനത്തിൽ കർത്താവ് പറയുന്നു, ഞാൻ നിന്നോട് കാര്യം തീർക്കുന്ന നാളിൽ നീ ധൈര്യത്തോടെ നിൽക്കുമോ? ഓ, ആ ദിവസം ഭീകരമാ സഹോദരങ്ങളെ. ആ ദിവസം ഭയാനകം. അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുമ്പിൽ, തേജസ്സിന്റെ മുമ്പിൽ ഞാൻ ഒരാൾ നിൽക്കുന്ന സമയം ഭയാനകമാണ്, ഭീകരമാണ്. അവിടെ മറ്റാരും ഉണ്ടാവില്ല. ഒരുവന് മാത്രമേ അവിടെ പ്രവേശനമുള്ളൂ. അത് നമ്മുടെ വാഴ്ത്തപ്പെട്ട യേശു കർത്താവിന് മാത്രം.
ഞാൻ പലപ്പോഴും ആ ദിവസങ്ങൾ ഓർക്കാറുണ്ട്. അങ്ങനെ അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ നിൽക്കുന്ന അവസ്ഥ കണക്ക് കൊടുക്കുവാൻ, ഞാൻ ജീവിച്ചത് എങ്ങനെയെന്ന് കണക്ക് കൊടുക്കുവാൻ, എന്തിനു വേണ്ടി ഞാൻ ജീവിച്ചു, ഞാൻ എന്തിനു വേണ്ടി സംസാരിച്ചു, എന്തിനു വേണ്ടി ചിന്തിച്ചു, എന്തായിരുന്നു എന്റെ സീക്രട്ട് അജണ്ടകളൊക്കെ, എല്ലാത്തിനെയും വെളിപ്പെടുത്തുവാൻ ദൈവം എന്നെ കൈകൊട്ടി വിളിക്കുന്ന നാളിൽ അവിടെ എനിക്ക് ധൈര്യത്തോടെ നിൽക്കാൻ പറ്റുമോ? കർത്താവ് ചോദിക്കുന്ന ചോദ്യമാണ്, നിന്റെ കൈകൾ അന്ന് ബലപ്പെട്ടിരിക്കുമോ? ബലമുണ്ടെന്ന് പറഞ്ഞിരുന്ന നിന്റെ കൈ അന്ന് ബലപ്പെടുമോ? അത്ര ഭയാനകമായ ഒരു ചോദ്യമാണ് സഹോദരനെ. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. Don't live for your beloved things. ഈ ലോകത്തിൽ ബലമുണ്ടെന്ന് പറയുന്ന ഒന്നിനും വേണ്ടി നമ്മൾ ജീവിക്കരുത്. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ, കർത്താവ് നമ്മളെ കരുതട്ടെ. എന്റേതെന്ന് പറഞ്ഞത്, എന്റെ ബലം എന്ന് പറയുന്നത്, എന്റെ ശക്തി ഇതൊക്കെ ഉണ്ടാക്കിയെന്ന് ആവർത്തന പുസ്തകത്തിൽ പറയുന്ന പോലെ, എന്റെ ബലം ഇതൊക്കെ ഉണ്ടാക്കി, എന്റെ കൈകൾ ഇതൊക്കെ ഉണ്ടാക്കി പറയരുത്. അങ്ങനെ പറഞ്ഞു ഒരുത്തനുണ്ട്. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായത്തിൽ നമുക്ക് കാണാം. നെബൂഖദ്നേസർ, എന്റെ ധനമഹാത്മ്യത്താൽ എന്റെ പ്രതാപത്തിനു വേണ്ടി ഞാൻ പണിത രാജധാനി ബാബിലോൺ. നമുക്കറിയാം എന്താ അവിടെ സംഭവിച്ചതെന്ന്. സ്വർഗത്തിൽ നന്നാരും ഒരു ശബ്ദം കേട്ടു, നിന്റെ രാജ്യത്ത് ഞാൻ നീക്കിയിരിക്കുന്നു. അനേകരുടെ കൃപ നഷ്ടപ്പെടുന്നത് അവിടെയാ. നമ്മൾ പോലും അറിയില്ല നമ്മളിലെ കൃപ പോകുന്നത് കേട്ടോ. പിന്നെയും പ്രസംഗിച്ചുകൊണ്ടിരിക്കും. ശൗലിന്റെ മേലുള്ള കൃപ മാറി, ദൈവാത്മാവ് മാറി, ദുരാത്മാവ് വന്നിട്ടും ശൗല് പിന്നെയും ഒരു 10 വർഷം രാജാവായിട്ട് തന്നെ ഇരുന്നു. നാട്ടുകാർക്ക് ആർക്കും മനസ്സിലായില്ല പുള്ളിക്കാരന്റെ മേൽ ദുരാത്മാവായിരുന്നു. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മൾ പോലും അറിയില്ല നമ്മളിലെ കൃപ നഷ്ടപ്പെടുന്നത്. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഭയപ്പെടാം. ഇത് ഭയപ്പെടുത്താനുള്ളതല്ല. നമ്മുടെ ഈ വചനങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ഭയപ്പെടുത്തുന്ന. നോ, നമ്മുടെ മുമ്പിലുള്ള അപകടങ്ങളെ കുറിച്ച് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. മോനെ മോളെ, ഈ അപകടങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, നീ സൂക്ഷിക്കെന്ന് കർത്താവ് നമുക്ക് പറഞ്ഞു തരികയാണ്. പ്രൈസ് ഗോഡ്. ഞാൻ വേഗം മുന്നോട്ട് പോകട്ടെ. മൂന്നാമത്തേത് നമ്മൾ വായിക്കുന്നത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നേ. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാനിതെന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവ അരുളി ചെയ്യുന്നു. മൂന്നാമത് പറഞ്ഞത് എന്തെന്നറിയാമോ? നമ്മളിപ്പോൾ കേട്ടു, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്. മൂന്നാമത്, ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. Let not a rich man glory in his riches. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. ധനത്തിന് നമ്മളെ സന്തോഷിപ്പിക്കാൻ കഴിയത്തില്ല. അതിന് തെളിവ് എന്താണെന്നറിയാമോ? No matter how much you have, that cannot make you or me happy. അതിന്റെ തെളിവ് എന്താണെന്നറിയാമോ? നമ്മൾ പിന്നെയും വേണമെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഹാപ്പി ആകാത്തതുകൊണ്ടാണ്, അല്ലേ? ഈ ലോകത്തിൽ എനിക്ക് ഇത്രയും മതിയെന്ന് പറയുന്നവർ കാണും, ഒത്തിരി പേര് കാണും. കർത്താവിനെ കണ്ടവർ കാണും, പറയും ഞാനിപ്പോ ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു എന്നുള്ളതല്ലാതെ എനിക്ക് വീണ്ടും വേണം എന്നുള്ള ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലാത്തവരൊക്കെ കണ്ടേക്കാം ഈ ഭൂമിയിൽ, പലരും കാണും. പക്ഷെ ജനറലി സ്പീക്കിംഗ് ലോകത്തിൽ മനുഷ്യർക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, എനിക്ക് ഇത്രയും മതിയെന്ന്. ഈ അടുത്ത സമയത്ത് ഒരാൾ എനിക്കൊരു ഒരു വീഡിയോ ഒരു വാട്സാപ്പിൽ ഒരു ചെറിയ ഒരു പോസ്റ്റ് അയച്ചു തന്നിരുന്നു. അതിനകത്ത് കണ്ടത് ഒരു യാചകനായ മനുഷ്യൻ ഇങ്ങനെ മരിച്ചു കിടക്കുക. എവിടെ? ഏതോ റോഡ് സൈഡിലാണെന്നാണ് തോന്നുന്നത്. അടുത്ത് കുറച്ച് നോട്ട് കെട്ടുകൾ കിടക്കുന്നു. 50-ന്റെയും 100-ന്റെയും രൂപകളൊക്കെ ഇങ്ങനെ കെട്ടായിട്ട് കിടക്കുക, കുറച്ച് കോയിൻസും എല്ലാം കൂടെ. ആരോ അതിനടിയിൽ ക്യാപ്ഷൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഈ മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ഒരു നേരത്തെ ആഹാരം വയറു നിറച്ച് കഴിച്ചിട്ടുണ്ടോ ആരറിഞ്ഞു? ചിന്തിച്ചു നോക്കിയേ.
എത്ര ഭയാനകമായ ഒരു കാഴ്ചയാണ് കാണുന്നത്. എന്തിനോ വേണ്ടി ജീവിച്ചു? കയ്യിൽ പണം വെച്ചുകൊണ്ട് പട്ടിണി ദാരിദ്ര്യമായി യാചകനായി ജീവിച്ചു. കയ്യിൽ പണം വെച്ചുകൊണ്ട് യാചകനായി ജീവിക്കുക. ആവശ്യത്തിനുള്ളത് കയ്യിൽ വെച്ചിട്ട് അതിനു വേണ്ടി തന്നെ ഓടിക്കൊണ്ടിരിക്കുക. അതാ ധനം. Riches won't, earthly riches won't make us happy. That is the reason most of us are running towards it. അനേകർ ദൈവമഹത്വം നഷ്ടപ്പെടുത്തുന്നതും അതുകൊണ്ടാണ്. കാരണം ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ സമയമില്ല നമുക്ക്. കർത്താവിന്റെ സന്നിധി, കർത്താവ് പറഞ്ഞല്ലോ ദൈവമക്കളെ, മത്തായിയുടെ സുവിശേഷം, ഞാൻ ആ ഭാഗമൊക്കെ എടുക്കാൻ ഇപ്പോൾ സമയമില്ല, ഞാൻ വചനം നിർത്തുക, 2 മിനിറ്റിനുള്ളിൽ ദൈവവചനം നിർത്തുന്നു. ബാക്കി ഭാഗങ്ങൾ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. ഈ ഒരു മെസ്സേജ് പറയാനാണ് ഞാൻ ആഗ്രഹിച്ചത്, പക്ഷേ സമയം എടുത്തുപോയി ഒത്തിരി. പെട്ടെന്ന് പറഞ്ഞു നിർത്തുന്നതിനകത്ത് ഭംഗിയില്ല. ദൈവവചനം വ്യക്തമായിട്ട് നമ്മൾ കേൾക്കണം. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറയുന്നു, 2 യജമാനന്മാരെ സേവിക്കുവാൻ ഒരു ദാസനും കഴിയത്തില്ല. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും ശരി. നമ്മളാരും പറയരുത് നമ്മൾ പുതിയ ഫോർമുല കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന്. ലോകത്തിൽ ഫോർമുല സൃഷ്ടിച്ചവനാ കർത്താവ്. കർത്താവ് പറഞ്ഞു നിനക്ക് കഴിയത്തില്ലെന്ന്. പക്ഷെ നമ്മൾ പറയുന്നത് കഴിയുമെന്നാണ്. കാരണം ഞാൻ പ്രൂവ് ചെയ്യുന്നുണ്ടല്ലോ. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, somewhere, sometime we are compromising. We cannot make it. അപകടമാണ്. ധനവാൻ തന്റെ ധനത്തിൽ പ്രശംസിക്കരുത്. എന്തിനാ നമ്മൾ ഓടുന്നത്? നമ്മൾ പലതും നേടിയതായിട്ട് കാണിക്കാൻ. നമുക്ക് പലപ്പോഴും കർത്താവിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. ദൈവവിഷയമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എക്സ്ക്യൂസസ് ഉണ്ട്. എനിക്ക് സമയമില്ലെന്ന് പറയും. പക്ഷെ നമ്മുടെ കാര്യങ്ങൾ ചെയ്യാനോ ഇഷ്ടംപോലെ സമയം നമുക്കുണ്ടല്ലേ. കർത്താവ് നമ്മളെ വാച്ച് ചെയ്യുക. നമ്മുടെ ദാറ്റ് ഈസ് വെയർ വി ആർ ബീങ് ടെസ്റ്റഡ്. അതാ മുമ്പേ ഞാൻ പറഞ്ഞു, നമ്മുടെ കൃപ നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയത്തില്ല. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഈ പോയിന്റ് നമുക്ക് അടുത്ത ആഴ്ച കേൾക്കാം. കർത്താവ് പറഞ്ഞു, ഞാൻ ആ വാക്യത്തിലേക്ക് ഒന്നുകൂടെ വരട്ടെ. നമ്മളെ ഓർമ്മിപ്പിച്ച വാക്യം യെരമ്യാ പ്രവാചക പുസ്തകത്തിലേക്ക് വരുമ്പോൾ 9:23 ആ വാക്യം വായിച്ച് നിർത്തുന്നു. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ജ്ഞാനി തന്റെ ജ്ഞാനത്തിൽ പ്രശംസിക്കരുത്, ബലവാൻ തന്റെ ബലത്തിൽ പ്രശംസിക്കരുത്, ധനവാൻ തന്റെ ധനത്തിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവനോ യഹോവയായ ഞാൻ ഭൂമിയിൽ ദയയും ന്യായവും നീതിയും പ്രവർത്തിക്കുന്നു എന്നിങ്ങനെ എന്നെ ഗ്രഹിച്ചറിയുന്നതിൽ തന്നെ പ്രശംസിക്കട്ടെ. ഇതിലല്ലോ എനിക്ക് പ്രസാദമുള്ളതെന്ന് യഹോവയുടെ അരുളപ്പാട്. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം.